നമുക്കിന്ന് എളുപ്പത്തിൽ ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് തന്നെ എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ ആണ്. ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ എല്ല് പോലെ ഉണ്ടാവും, അത് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്. അതിങ്ങനെ വയ്ക്കാം, എന്നിട്ട് ഇങ്ങനെ എടുത്ത് തരാം. അത് ഒരുപാട് ടേപ്പ് ഇങ്ങനെ ഡ്രോപ്പായി പോവാതെയോ അങ്ങനെ മുകളിലേക്ക് ഒരുപാട് കയറാതെയോ നോക്കണം, കറക്റ്റായിരിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കാനുള്ള ചെസ്റ്റിൻ്റെ ആണ്. ചെസ്റ്റിൻ്റെ ഇങ്ങനെ എടുക്കുക, ഒരുപാട് ലൂസ് ആവാതെ ഒരുപാട് ടൈറ്റ് ആവാതെ എടുക്കണം. പിന്നെ ബസ്റ്റിൻ്റെ, അത് ഒരുപാട് ലൂസ് ഒരുപാട് ടൈറ്റ് ഇല്ലാതെ. പിന്നെ അണ്ടർ ബസ്റ്റ് പറയും, ഈ ഒരു പോർഷനാണ് അണ്ടർ ബസ്റ്റ് എന്ന് പറയാം, അതും ഇങ്ങനെ എടുക്കുക. പിന്നെ നമുക്ക് ടോപ്പ് ബ്ലൗസിൽ ക്രോപ്പ് ടോപ്പ് എത്ര ലെങ്ത്താണോ വേണ്ടത് അവിടെ വരുന്ന സർക്കംഫറൻസ് ആണ് എടുക്കേണ്ടത്. ആ ഒരു ഏരിയൻ്റെ എനിക്കിപ്പോൾ ഇത്രയും ലെങ്ത്താണ്, അപ്പം ഞാൻ ഇത്രയും എടുക്കണം. ഇനി ഇപ്പം നമ്മൾ സർക്കംഫറൻസ് എടുത്ത ഏരിയൻ്റെ എല്ലാ ആ പോയിൻ്റ് ഓർമ്മ ഉണ്ടല്ലോ, അത് ഷോൾഡർ ടു ബ്ലാക്ക് പോയിൻ്റ്, അതിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യണം. അത് ഷോൾഡറിന് ഇതിൻ്റെ ആകുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക. പിന്നെ ഇത് ബസ്റ്റിൻ്റെ ഇങ്ങനെ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ, പിന്നെ അതിൻ്റെ താഴെ പിന്നെ എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അത്. പിന്നെ അതിനുശേഷം രണ്ട് നിപ്പിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മാർക്ക് ചെയ്യണം നമ്മൾ. പിന്നെ ഷോൾഡറിൻ്റെ വീതി എത്ര വേണമെന്ന് നോക്കാം. അത് ഓരോ ഡിസൈനിനനുസരിച്ച് എത്രയാണ് വീതി അത് എത്രയാണ് നോക്കിയിട്ട് എടുക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് എടുക്കാനുള്ളത് നെക്കിൻ്റെ ഡെപ്ത്ത്. ഇപ്പോൾ ഫ്രണ്ട് നെക്കിന് എത്രയാണ് ഡെപ്ത്ത് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഷോൾഡർ ടു അത് എത്രയാണ് വേണം നോക്കാം. സെയിം തന്നെയാണ് ബാക്ക് നെക്കിനും വേണ്ടത്. പിന്നെ ബാക്കിൽ നിന്ന് നമ്മൾ ലെങ്ത്ത് എടുക്കണം, എത്രയാ മീൻസ് വേണ്ടത് എന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് ബസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ സെയിം ലെങ്ത് ആയിരിക്കില്ല, ചെറിയൊരു ഹാഫ് ഇഞ്ചിൽ ഒരു 0.75 ഇഞ്ചിൻ്റെ ഡിഫറൻസ് എന്തായാലും വരും. പിന്നെ അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവ് എത്രയാണോ വേണ്ട അതിൻ്റെ ലെങ്ത്ത് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, അതിൻ്റെ സർക്കംഫറൻസ് എടുക്കുക. അപ്പോൾ എൽബോ വരെയുള്ളതൊക്കെ ആണെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റ് മുതൽ ഇങ്ങനെ കറക്റ്റായി ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് മടക്കി കൂടി നോക്കാൻ പറയാം. കാരണം മടക്കുന്ന സമയത്ത് സ്ലീവ് എങ്ങനെ നിൽക്കുന്നു കൂടി അറിയാനായിട്ട് ഇങ്ങനെ മടക്കി കൂടി നോക്കിയിട്ട് എടുക്കാൻ പറയാം. പിന്നെ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ എൽബോൻ്റെ അതിന് ശേഷമുള്ള സ്ലീവ് ആണെങ്കിൽ ഫുൾ എത്രയാണോ സ്ലീവ് ലെങ്ത്ത് അത് വേണം അതിൻ്റെ സർക്കംഫറൻസ്. അതുകൂടാതെ ഈ എൽബോൻ്റെ അവിടുത്തെ ലെങ്ത്തും സർക്കംഫറൻസ് കൂടി നമുക്ക് വേണം. ഓക്കെ, ബൈ. ഇനി അടുത്തത് ഏതാ വീഡിയോ വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യും, നമുക്ക് അതിനനുസരിച്ച് ചെയ്തു പോകാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ.